ഹലോ ആൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് തെരേസ് മാത്യു. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നീറ്റ് എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങളെല്ലാവരും കുറേ പേര് പറയുന്നുണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, ഇനി എക്സാമായി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ കുറേ പേര് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും. സോ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നീറ്റ് എക്സാം എന്ന് പറയുന്നത് സാധാരണ എല്ലാ ഒരു എക്സാമിനെ പോലെ തന്നെയാണ്. ടുഡേ ഐ ആം ഗോയിങ് ടു ടേക്ക് യു ത്രൂ സംതിങ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്, ദാറ്റ് ഈസ് ദ ഡേ ബിഫോർ മൈ നീറ്റ് എക്സാം. സോ ദ ഡേ ബിഫോർ എന്ന് വെച്ചാൽ നീറ്റ് എക്സാമിൻ്റെ തലേദിവസം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഡേ ഓഫ് വെരി കാം, ലിറ്റിൽ ആങ്സൈറ്റി ആൻഡ് എ ലോട്ട് ഓഫ് സ്ട്രാറ്റജി. ഇഫ് യു ആർ വണ്ടറിങ് ഹൗ ടു ഹാൻഡിൽ ദാറ്റ് ക്രൂഷ്യൽ ഡേ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. സോ വാച്ച് ടിൽ ദ എൻഡ് ടു നോ ഹൗ ഞാൻ എങ്ങനെയാണ് എൻ്റെ നീറ്റിൻ്റെ തലേദിവസം മാനേജ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ വാച്ച് ടിൽ ദ എൻഡ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ദാറ്റ് ഈസ് രാവിലെ തന്നെ ഐ മെയ്ഡ് എ കോൺസ്റ്റൻറ്റ് ഡിസിഷൻ ദാറ്റ് നത്തിങ് ന്യൂ, ഒന്ന് പുതിയ ഒരു കാര്യവും പഠിക്കേണ്ടെന്ന് ഞാൻ അന്ന് രാവിലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ പുതിയതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ, സാധാരണ ഞാൻ എണീക്കുന്ന ഒരു 5:36 ആ ഒരു ടൈം തന്നെയാണ്, ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുതിയതൊന്നും പഠിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. ഞാൻ പുതിയതൊന്നും പഠിച്ചിട്ടേ ഇല്ല. നേരത്തെ പഠിച്ചത് റിവൈസ് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫിസിക്സിന് ഇക്വേഷൻ ബുക്ക്, ദെൻ ബയോളജിക്കാണെങ്കിൽ കുറച്ച് ഷോർട്ടായിട്ട് കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് എക്സാമ്പിൾസ്. അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തു. ഒരു 6:30 to 7:30 ആയപ്പോഴത്തേക്കും ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. ഒരു 9:30 ഒക്കെ വരെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫിസിക്സ് ആണെന്ന് തോന്നുന്നു, ഫിസിക്സ് ഇക്വേഷൻസ് ഒക്കെ ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസ് യു ഓൾ നോ, ദിസ് ഡേ ഈസ് നോട്ട് അബൌട്ട് ലേണിംഗ്. ഇത് നമുക്ക് പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമല്ല. ഇറ്റ് വാസ് അബൌട്ട് റിവൈസിങ് വാട്ട് ഐ ഓൾറെഡി നോ. മൈ റിവിഷൻ വാസ് സൂപ്പർ ലൈറ്റ്. ഐ വെന്റ് ത്രൂ മൈ ഫോർമുല ഷീറ്റ്സ്, ഷോർട്ട് നോട്ട്സ്, സ്റ്റിക്കി നോട്ട്സ് എക്സെട്ര. കൂടുതലായിട്ട് ഞാൻ പഠിച്ചത് ബയോളജിയിലാണെങ്കിൽ NCERT-യിലെ ഡയഗ്രംസ്. കാരണം NCERT ഇനി വായിക്കാനുള്ള ടൈമില്ല, നേരത്തെ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം വായിച്ച് തീർത്തതാണ്. സോ NCERT-യിൽ നമ്മൾ ഡയഗ്രംസ് മസ്റ്റാണ്. അത് ജസ്റ്റ് നമ്മൾ നോക്കണം. അതിനടിയിലുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ NCERT-യിലെ ഡയഗ്രാംസ് എല്ലാം പെട്ടെന്ന് മറിച്ചുപോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫോർമുല ഷീറ്റ്സ്, അതായത് ഇക്വേഷൻ ബുക്ക് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ റിയാക്ഷൻ മെക്കാനിസം ഓഫ് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ച് റിയാക്ഷൻ മെക്കാനിസം കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ ആ ദിവസം യെസ് ഓഫ് കോഴ്സ് ഞാൻ ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് അബൌട്ട് ജസ്റ്റ് എക്സാം എഴുതുക, അതിൽ സ്കോർ എത്രയാണ് അതറിയാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ജസ്റ്റ് പിറ്റേ ദിവസമാണ് എക്സാം. സോ ജസ്റ്റ് ഒരു ഫ്ലോ കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അന്നത്തെ ദിവസം എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. എക്സാം ടൈം യൂഷ്വൽ 2 to 5 തന്നെയായിരുന്നു. ആഫ്റ്റർ ദ എക്സാം തെറ്റിയതോർത്ത് പാനിക് ആവാനൊന്നും ഞാൻ നിന്നിട്ടില്ല. തെറ്റിയതിൽ എന്താണോ മിസ്റ്റേക്ക് വന്നത്, ആ സില്ലി മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തു. ദെൻ ആ ഒരു പോർഷൻസ് ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സില്ലി മിസ്റ്റേക്സ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ അറിയാത്ത ഒരു സംഭവമാണെങ്കിൽ ആയിരുന്നത് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ സില്ലി മിസ്റ്റേക്ക്, ഇപ്പം ചെറിയ കാരണങ്ങൾ കൊണ്ട് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നെയും ജസ്റ്റ് ചെക്ക് ചെയ്തു. കാരണം നാളത്തെ എക്സാമിന് ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ആവർത്തിക്കാൻ പാടില്ല. ബിക്കോസ് നമുക്കറിയാലോ, ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. ആ 4 മാർക്ക് അഥവാ തെറ്റാണെങ്കിൽ 5 മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സോ ഓരോ ക്വസ്റ്റ്യനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ചെറിയ മിസ്റ്റേക്ക് കാരണം ഒരിക്കലും നമ്മുടെ സ്കോറ് താഴ്ന്നു പോകാൻ പാടില്ല. സോ ഞാൻ അന്നത്തെ എക്സാമിനും മിസ്റ്റേക്സ് ജസ്റ്റ് അനലൈസ് ചെയ്തു. അറിയാത്ത ഒരു കാര്യം ഞാൻ പഠിക്കാൻ പോയിട്ടില്ലായിരുന്നു. ദെൻ ഐ മേഡ് ഷുവർ ദാറ്റ് ഐ ഹാഡ് വെരി ലൈറ്റ് ഹെൽത്തി മീൽ ആൻഡ് ഐ സ്റ്റേഡ് ഹൈഡ്രേറ്റഡ്. ബിക്കോസ് നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഭക്ഷണവും പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും അന്നത്തെ ദിവസം കഴിക്കുന്നത് നല്ലതായിരിക്കില്ല. കാരണം പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ വയറിന് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എക്സാമിനെ അഫക്റ്റ് ചെയ്യും. സോ വീട്ടിലുള്ള വെരി ലൈറ്റ് ഫുഡ് മാത്രമേ ഞാൻ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് വെള്ളം നന്നായിട്ട് കുടിക്കുമായിരുന്നു. എന്ന് വെച്ചിട്ട് ആങ്സൈറ്റി കാരണം പേടിച്ചിട്ട് നമ്മൾ മീൽസ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറച്ചാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കണം. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഭയങ്കര ഹെവി ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ കുറേ പഠിക്കാനുള്ള ദിവസമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ കുറച്ച് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതി വെച്ച എൻ്റെ ഷോർട്ട് നോട്ട്സ്. പിന്നെ കുറച്ച് നേരം അതിനിടയിൽ ബ്രേക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അന്ന് ഫുൾ ഞാൻ ആ ഷോർട്ട് നോട്ട്സും സ്റ്റിക്കി നോട്ട്സ് ആൻഡ് നേരത്തെ പ്രിപ്പയർ ചെയ്ത ഇക്വേഷൻസ് അതൊക്കെ, പിന്നെ NCERT-യിലെ ബയോ ഡയഗ്രാംസ്, ദെൻ ഓർഗാനിക് കെമിസ്ട്രി, റിയാക്ഷൻ മെക്കാനിസം, ഇത് ഇത്രയും മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അത്യാവശ്യം കുറച്ചുണ്ടല്ലോ, അത് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് ബ്രേക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ
ഐ മീൻ ഓൾറെഡി എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, ഞാൻ ഒരു മിസ്റ്റേക്ക് ബുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് വരുന്ന സില്ലി മിസ്റ്റേക്സ് എക്സാമിനിപ്പോൾ ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയ ആ സമയത്ത് അവർ നടത്തുന്ന എക്സാമിൽ എനിക്ക് വരുന്ന മിസ്റ്റേക്സ് എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസറും മിസ്റ്റേക്ക് വരാനുള്ള ആ ഒരു കാരണം ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നാളെ ആ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിസ്റ്റേക്ക് ബുക്കും കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കിംഗ് അവർ എസെൻഷ്യൽ തിങ്സ്. കാരണം പിറ്റേ ദിവസം എക്സാം ആണ്. ആ ദിവസം നമ്മൾ ചിലപ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യും, മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എക്സാം ഹോളിൽ വെച്ചിട്ട് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അന്ന് തന്നെ ഞാൻ എല്ലാം പാക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഒന്നും വെക്കരുത്. ബിക്കോസ് ആ ഒരു തിരക്കിനിടയിൽ നമ്മൾ എന്തെങ്കിലും മറന്നു പോയാലും. സോ ഹോൾ ടിക്കറ്റ് ആൻഡ് ദെൻ ആധാർ കാർഡ് ഇതെല്ലാം തലേദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഞാൻ എൻ്റെ എക്സാം സെൻറ്റർ ഡബിൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എക്സാം ഡേയിൽ മിസ്റ്റേക്കും പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഒരു സർപ്രൈസ് ഒന്നും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. സോ എക്സാം സെൻറ്റർ ഞാൻ ഡബിൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സെൻറ്റർ അത് തന്നെയാണ്, ആ സ്കൂൾ തന്നെയാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എക്സാം സെൻറ്റർ ഒന്നും കൂടെ കൺഫേം ചെയ്യുക. ഗൂഗിൾ ലൊക്കേഷനിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചോദിച്ചിട്ടോ അത് കറക്റ്റ് എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞു വെക്കുക. കാരണം അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ലാസ്റ്റ് മിനിറ്റ് ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. നമുക്ക് എക്സാമിനെ നന്നായിട്ട് ബാധിക്കും. സോ എക്സാം സെൻറ്റർ ഏതാണെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുക. പിന്നെ പിറ്റേ ദിവസം പോകുമ്പോഴാണെങ്കിൽ കുറച്ച് നേരത്തെ പോകാൻ ശ്രമിക്കുക. കാരണം ട്രാഫിക് ഉണ്ടാവും, ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നേരത്തെ പോവുകയാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ആറ് നമുക്ക് ഒഴിവാക്കാം. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അറ്റ് നൈറ്റ് ഓൾസോ ഐ സ്റ്റേഡ് അവേ ഫ്രം ദ ഹെവി സ്റ്റഡിങ് മെറ്റീരിയൽ. പിന്നെ സാധാരണ ഞാൻ പ്രിപ്പയർ ചെയ്ത ആ നോട്ട് തന്നെയായിരുന്നു രാത്രിയും ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മിസ്റ്റേക്ക് ബുക്കും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു 10:30-11 ഒക്കെ ആയപ്പോഴത്തേക്കും ഐ കെപ്റ്റ് എവറിത്തിങ് അവേ. ഈവൻ ഇഫ് ഐ കുഡന്റ് fall asleep immediately, I stayed in bed and let my body rest. ഞാൻ ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ കിടക്കുക തന്നെയായിരുന്നു. കാരണം മൈ ബോഡി ആൻഡ് മൈ ബ്രെയിൻ നീഡ്സ് റെസ്റ്റ്. കാരണം നമ്മൾ എത്ര നന്നായിട്ട് ഉറങ്ങുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് പിറ്റേ ദിവസം പെർഫോം ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിന് നമ്മുടെ ബോഡിക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ്. നമ്മൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ട് വേണം പിറ്റേ ദിവസം എക്സാമിന് പോകാൻ. So remember, the day before NEET is not to prove anything. It's the day to protect your energy and believe in your preparation. You have worked hard for months. സോ ഒരു ദിവസത്തെ പരീക്ഷ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനെ എന്തായാലും നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല. സോ ട്രസ്റ്റ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ റെഡി. ഇഫ് ദിസ് ഹെൽപ്സ് യു, ഡ്രോപ്പ് എ ലൈക്ക്, ഷെയർ ദിസ് ടു യുവർ ഫ്രണ്ട്സ് who are about to write the NEET exam, and subscribe for more such videos. All the best, future doctors. Bye.